ഹലോ ഗൈസ്, എല്ലാവർക്കും ക്ലാസി ഹോംസ് ആർക്കിടെക്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പൊന്നാനി വളവ് എന്ന സ്ഥലത്ത് നമ്മൾ റിനോവേറ്റ് ചെയ്ത ഒരു വീടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതുപോലെ തന്നെ പഴയ വീടുകൾ അത് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾക്കിടയിൽ. പക്ഷേ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അത് പുതുക്കി പണിത് കഴിഞ്ഞാൽ ഏത് രൂപത്തിലാകും എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. അങ്ങനെ കുറേ സംശയങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് വന്ന ആളുകളാണ് സിറാജ് ആൻഡ് ഫാമിലി. അവർക്ക് വേണ്ടി നമ്മൾ വളരെ മനോഹരമായ 3D ആദ്യം നൽകുകയും അതിലവർ സാറ്റിസ്ഫൈഡ് ആകുകയും നമ്മൾ പിന്നീട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുമാണ് ചെയ്തത്. ഈ വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ആദ്യം ഏത് രൂപത്തിലായിരുന്നു എന്നുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ എല്ലാം തന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ്. 180/210 എന്ന മെഷർമെൻറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയ 300/300 അതായത് 10x10 എന്ന മെഷർമെൻറ്റിലാണ് പണിതിട്ടുള്ളത്. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം തന്നെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതിൽ ഹൈലൈറ്റായി പറയാവുന്നത് ആ ഭിത്തിയിൽ കാണുന്ന ടെക്സ്ചർ പെയിൻറ്റ് തന്നെയാണ്. ഡൈനിങ് സ്പേസിനെ 3 മീറ്ററിലും 7 മീറ്റർ 39 സെൻറ്റിമീറ്ററിലുമായി ക്രമീകരിച്ചു. സ്റ്റെയർ ഹാൻഡ് റെയിലുകൾ എല്ലാം തന്നെ മഹാഗണിയിലും ഇൻഡസ്ട്രിയൽ JP പൈപ്പുകൾ ഉപയോഗിച്ചും പണിത് മനോഹരമാക്കിയിരിക്കുന്നു. ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭിത്തികളിൽ കൊടുത്തിട്ടുള്ള ടെക്സ്ചർ പെയിൻറ്റ് ഡിസൈനുകൾ തന്നെയാണ്. മുകളിലത്തെ നിലയിൽ ഒരു പാസേജ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടിയാണ് സ്റ്റെയർ റൂമിനെ ഇത്ര വൈഡാക്കി കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പുകൾ എല്ലാം തന്നെ പൂർണ്ണമായും ടൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് പണിതെടുത്തിട്ടുള്ളത്. 10x11 എന്ന അനുപാതത്തിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് 180 എന്ന അനുപാതത്തിൽ പണിതിട്ടുള്ള ഈ ബാത്റൂമിൽ വിട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ്. 10x10 എന്ന അനുപാതത്തിൽ തന്നെയാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് നൽകുന്ന ഈ കിച്ചൻ്റെ കൂടെ തന്നെ സ്റ്റോർ റൂമും ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു. 3 ബെഡ്റൂമോട് കൂടിയ ഈ വീടിൻ്റെ ഒരു ബെഡ്റൂം മാത്രമേ നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയൊന്നും തന്നെ സെറ്റ് ചെയ്ത് വെക്കാത്തത് കാരണമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്.
നമ്മള് അപ്രതീക്ഷിതമായിട്ടാണ് ഈ വീട്ടിലോട്ട് ഇന്ന് വന്നത്. വിളിച്ചു പറയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂംസ് ഒക്കെ തന്നെ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ വളരെ പെട്ടെന്ന് എടുത്ത് തീർക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ വീടിന്റെ ആദ്യം കാണിച്ച ബെഡ്റൂമിനെ അപേക്ഷിച്ച് ബാക്കി 2 ബെഡ്റൂമുകളും കുറച്ചും കൂടെ ചെറുതാണ്. പഴയ വീടിന്റെ ഭാഗമായിരുന്നു ആ 2 ബെഡ്റൂമും. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. ഇനി കാണും വരെ എല്ലാവർക്കും ശുഭദിനം.